പരീക്ഷക്കാലത്തിൻ്റെ ചൂടിലാണ് കേരളം. +2 SSLC പരീക്ഷകളുടെ കഠിനകാലത്തൂടെയാണ് കുട്ടികളും മാതാപിതാക്കളും. പരീക്ഷയുടെ ചൂടിനെയും ടെൻഷനെയും വർദ്ധിപ്പിക്കുന്ന ഒരു കാര്യം പല വീടുകളിലും ഇന്ന് നടക്കുന്നുണ്ട്. കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകളാണവ. ജീവിതത്തിൻ്റെ സൗഭാഗ്യങ്ങൾ സ്വപ്നങ്ങളാകാൻ മാത്രം വിധിക്കപ്പെട്ട സാധാരണക്കാരുടെ ഏക പ്രതീക്ഷ മക്കളിലാണ്. അവർ പഠിച്ച് നല്ലൊരു ജോലി നേടുന്നതും വീട് പണിയുന്നതും ഇതൊക്കെയാണ് അവരുടെ സ്വപ്നങ്ങളുടെ ആഡംബരങ്ങളായിട്ടുള്ളത്. എന്നാൽ ഈ മക്കൾ പഠിക്കാതിരിക്കുന്നത് കാണുമ്പോഴോ അവർ പഠിക്കേണ്ട സമയം ഉറങ്ങിയും TV കണ്ടും മൊബൈൽ ഗെയിം കളിച്ചും പ്രായത്തിനു ചേരാത്ത പ്രണയബന്ധങ്ങളിലേർപ്പെട്ടും ജീവിതത്തിൻ്റെ കടമകൾ മറക്കുന്നത് കാണുമ്പോഴാണ് മാതാപിതാക്കളുടെ ഉള്ളിലെ സങ്കടവും നിരാശയും കോപമായും ശാസനയായും കുറ്റപ്പെടുത്തലായും പുറത്തു വരികയും ഭവനങ്ങളിൽ കുട്ടികളും മാതാപിതാക്കളും തമ്മിലുള്ള ഏറ്റുമുട്ടലുകൾ നിരന്തര സംഭവമാവുകയും ചെയ്യുന്നത്. ഈയിടെ ഒരു അപ്പൻ വേദനയോടെ പങ്കുവെച്ച് തോർക്കുന്നു. അമ്മ കുഞ്ഞിലെ മരിച്ചു പോയിട്ടും 2 മക്കളെയും അയാൾ ഒരു കുറവും അറിയിക്കാതെ വളർത്തി. പുനർവിവാഹം പോലും വേണ്ടെന്ന് വെച്ച് അയാൾ ജീവിച്ചത് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ്. എന്നാൽ കുട്ടികളിലെ മൂത്തയാൾ ഇക്കഴിഞ്ഞ +2 മോഡൽ പരീക്ഷയിൽ വെറും 2 വിഷയങ്ങൾക്ക് മാത്രമേ ജയിച്ചിട്ടുള്ളൂ എന്നറിഞ്ഞ അയാൾ ആകെ തകർന്നു പോവുകയാണ്. അച്ഛൻ്റെ സ്വപ്നങ്ങളും കഠിനാധ്വാനങ്ങൾക്കും ഒരു വിലയും കൊടുക്കാതിരിക്കുന്നത് കണ്ട് അയാൾ സങ്കടപ്പെടുകയാണ്. നമ്മുടെ കുട്ടികളിൽ ഏറിയ പങ്കും കഴിഞ്ഞ തലമുറയേക്കാൾ എത്രയോ സുഭിക്ഷമായും സുരക്ഷിതമായിട്ടുമാണ് ജീവിക്കുന്നത്. പഠിക്കുക എന്നതിലപ്പുറം അവർ മറ്റൊന്നിനും ശ്രദ്ധിക്കേണ്ടതില്ല. എന്നിട്ടും ജീവിതത്തിൻ്റെ ഗൗരവമോ മാതാപിതാക്കളുടെ കഷ്ടപ്പാടോ കാണാൻ കണ്ണില്ലാതെ പോകുന്നു എന്നുള്ളത് സങ്കടകരമായ യാഥാർത്ഥ്യമാണ്. എന്നാൽ ഈ കാലത്തും കടമ മറക്കാതെ അച്ഛനമ്മമാരുടെ കണ്ണീരും വിയർപ്പും സ്വപ്നങ്ങളിൽ സൂക്ഷിച്ച മക്കളുണ്ട് എന്ന സന്തോഷ വാർത്തയുമായാണ് ഇന്നത്തെ മലയാള ദിനപത്രങ്ങൾ നമ്മുടെ മുൻപിലെത്തുന്നത്. ജീവിതത്തിലെ എൻ്റെ ഏറ്റവും വലിയ പ്രചോദനം അച്ഛനമ്മമാരാണ്. ഈ വാക്കുകൾ പറഞ്ഞത് ഇത്തവണത്തെ സിവിൽ സർവീസ് പരീക്ഷയിൽ IFS വിഭാഗത്തിൽ 57ാം റാങ്ക് നേടിയ തിരുവനന്തപുരം നരുവാമൂട് സ്വദേശിനി ജയശ്രീജയാണ്. നിർമ്മാണ തൊഴിലാളിയായ അച്ഛൻ്റെ വിയർപ്പുതുള്ളികൾക്കും കഠിനാധ്വാനത്തിനും ഒരു മകൾ കൊടുത്ത സമ്മാനമായിരുന്നു IFS പരീക്ഷയുടെ 57ാം റാങ്ക്. തൻ്റെ ചെറിയ വീടിൻ്റെ ചുമരിൽ അവൾ 3 സ്വപ്നങ്ങൾ എഴുതി വച്ചിരുന്നു. 2026 IFS നേടണം, വീട് പുതുക്കിപ്പണിയണം, വിവാഹവും കുട്ടികളും ഉണ്ടാവണം. നിങ്ങൾ ചന്ദ്രനെ സ്വപ്നം കാണൂ, ചന്ദ്രനെ സ്വപ്നം കണ്ടാൽ നക്ഷത്രത്തോളമെങ്കിലും എത്താമെന്ന് പറഞ്ഞത് ശ്രീജ തന്നെയാണ്. മാതാപിതാക്കളുടെ കഠിനാധ്വാനത്തെയും കണ്ണീര് കലർന്ന സ്വപ്നങ്ങളെയും ജീവിതത്തിൻ്റെ നിയോഗങ്ങളായി കണ്ട് അധ്വാനിക്കുന്ന മക്കൾക്കൊപ്പം ദൈവത്തിന് നിൽക്കാതിരിക്കാനാവില്ല എന്നുള്ളതിൻ്റെ തെളിവാണ് ജയശ്രീജയുടെ വിജയം. അവൾ ഇങ്ങനെ പറയുന്നു: ഞാൻ പരമാവധി പ്രയത്നിക്കും, ബാക്കി ദൈവം തരും. വീടിൻ്റെ ചുവരുകളിൽ ബൈബിൾ വചനങ്ങളും തൻ്റെ ലക്ഷ്യങ്ങൾക്കൊപ്പം എഴുതി വെച്ചായിരുന്നു സ്വപ്നം കണ്ടതും അവൾ അധ്വാനിച്ചതും. പ്രാർത്ഥനയാണ് ഏറ്റവും വലിയൊരു സംഭവം. എൻ്റെ അമ്മയും അച്ഛനും പള്ളിയിലുള്ള ഒത്തിരി ആൾക്കാർ എപ്പോഴും പ്രാർത്ഥിക്കും, കുർബാനയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. പിന്നെ എൻ്റെ കയ്യിലും കൊന്തയുണ്ട്. അപ്പം ഞാൻ കൊന്തയും വെച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്കൊന്ന് ഒരു കൊന്തയൊക്കെ പറഞ്ഞ് ഞാൻ പാട്ടൊക്കെ കേട്ടോണ്ടിരിക്കുകയായിരുന്നു. ദൈവമേ നടത്തി തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചോണ്ടിരിക്കും. അരയ്ക്കു താഴെ തളർന്നു പോയിട്ടും IAS പരീക്ഷയിൽ 483ാമത് റാങ്ക് നേടിയ കോഴിക്കോട് സ്വദേശിനി ആതിരയും ജന്മനായുള്ള കാഴ്ച പരിമിതിയെ മറികടന്ന് 109ാം റാങ്ക് നേടിയ അജയ് രാജും ജന്മന വലത് കൈപ്പത്തി ഇല്ലാതിരുന്നിട്ടും 167ാം റാങ്ക് നേടിയ നീലേശ്വരം സ്വദേശി കാജൽ രാജുവും കഠിനാധ്വാനത്തിൻ്റെയും നിശ്ചയദാർഢ്യത്തിൻ്റെയും ഉത്തമ ഉദാഹരണങ്ങളായി നമ്മുടെ കുട്ടികളുടെ മുൻപിലുണ്ട്. അവർ പരിമിതികളെ നിശ്ചയദാർഢ്യം കൊണ്ട് ദൈവവിശ്വാസം കൊണ്ട് മറികടന്നവരാണ്. അവർ മാതാപിതാക്കളുടെ സ്വപ്നങ്ങൾ പൂർത്തീകരിക്കണമെന്നുള്ളത് ജീവിതാഭിലാഷമായി ഉണർവിലും ഉറക്കത്തിലും കൊണ്ടു നടന്നവരാണ്. അവർക്കൊപ്പം ദൈവമുണ്ടായിരുന്നു, മാതാപിതാക്കന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനകളും ഉണ്ടായിരുന്നു. ജീവിതത്തിൻ്റെ ചില നാൽക്കവലകളിൽ നിൽക്കുന്ന കുട്ടികൾ, കൗമാരക്കാർ, യുവജനങ്ങൾ മാതാപിതാക്കളെ മറന്നും ജീവിതത്തിൻ്റെ നിയോഗങ്ങളെ മറന്നും നൈമിഷികമായ ആഹ്ലാദങ്ങളുടെ പിറകെ അവർ പരക്കം പായുമ്പോൾ അവരൊക്കെയും വായിച്ചിരിക്കേണ്ട ജീവിതങ്ങളാണ്, അവരെ പഠിപ്പിക്കേണ്ട പ്രചോദന മാതൃകകളാണ് ഈ കുട്ടികളുടെയൊക്കെയും ജീവിതവും വിജയിച്ച അവരുടെ ജീവിത കഥകളും. വിയർപ്പ് തുന്നിയിട്ട അവരുടെ കുപ്പായങ്ങൾക്ക് എത്രയോ ശോഭയാണുള്ളത്.